ശ്രീബായുടെ രണ്ടാം ഞായറാഴ്ച. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കുവാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു തമ്പുരാൻ പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം അപ്പം ഒന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. യേശു പറഞ്ഞവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരീസയരുടെയും സദൂക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പത്തിന്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരീസയരുടെയും സദൂക്കാരുടെയും പ്രബോധനങ്ങളെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്കപ്പോൾ മനസ്സിലായി. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, അപ്പസ്തലന്മാരുടെ മറവിയും അപ്പസ്തലന്മാരുടെ യേശുവിൻ്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസക്കുറവുമാണ്. കർത്താവ് അതിനെ ശാസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് അവരോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസയരുടെയും സദൂക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ വിചാരിച്ചു 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർ കൊടുത്തതിന് ശേഷം 12 കൊട്ട മിച്ചമെടുത്തു. 7 അപ്പം വർദ്ധിപ്പിച്ച് 4000 പേർ കൊടുത്തതിന് ശേഷം 7 കൊട്ട എടുത്തു. ഇതിവർ കണ്ടതാണ്, ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തി അനുഭവമാണ്. എന്നിട്ടും അവർ ചിന്തിക്കുന്നത് മിച്ചം വന്ന അപ്പം എടുക്കാത്തതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് എന്ന്. കർത്താവിൻ്റെ വാക്കുകളും കർത്താവിൻ്റെ പ്രവൃത്തികളും ശിഷ്യന്മാർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവരതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. 3 വർഷക്കാലത്തോളം കർത്താവിൻ്റെ കൂടെ ഈ അപ്പോസ്തലന്മാരെല്ലാം നടന്നു. പത്രോസും അന്ത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ നടന്നു. ഒരുപാട് അത്ഭുതങ്ങൾ അവർ കണ്ടു. കർത്താവ് ചെയ്ത വിവിധങ്ങളായ അത്ഭുതങ്ങൾ, രോഗി ശുശ്രൂഷകൾ കണ്ടു, പിശാചിനെ ബഹിഷ്കരിച്ചത് കണ്ടു, മരിച്ചവരെ ഉയർപ്പിച്ചത് കണ്ടു, പ്രകൃതിയിലുള്ള അത്ഭുതങ്ങളൊക്കെ കർത്താവ് ചെയ്യുന്നത് അവർ കണ്ടു. വെള്ളത്തിന്റെ മീതെ നടക്കുന്നു, വെള്ളത്തെ വീഞ്ഞാക്കുന്നു, കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു. ഇതെല്ലാം അവർ കണ്ടതാണ്. ഇതൊക്കെ വെറും പ്രവൃത്തികളായിട്ട് അവർക്ക് പോകുന്നുള്ളൂ. ഇതൊന്നും അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തിയില്ല. ഇതൊന്നും യേശുക്രിസ്തുവിനെ അറിയാനോ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാനോ യേശുക്രിസ്തു ആരാണെന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് തയ്യാറായില്ല. ഈ 16-ാമത്തെ അധ്യായത്തിലാണ് കർത്താവ് അവരോട് ചോദിക്കുന്നത്, മനുഷ്യപുത്രനായി ഞാൻ ആരാണെന്നാണ് മനുഷ്യർ പറയുന്നത്? വീണ്ടും ചോദിക്കും, മനുഷ്യപുത്രനായി ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഓർത്തോണം, 12 പേര് കൂടെ ഉണ്ടായിട്ട് 11 പേർക്ക് ഉത്തരവുണ്ടായിരുന്നില്ല. പക്ഷെ പത്രോസ് ചാടിക്കേറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവിനോട് പറയും, നീ പറയുന്നത് നിനക്കറിയത്തില്ല, മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു ഉത്തരം പത്രോസ് പറഞ്ഞതേ ഉള്ളൂ. കർത്താവിനെ ഇവർ അറിഞ്ഞിരുന്നില്ല, കർത്താവിനെ മനസ്സിലാക്കിയില്ല, മനസ്സിലാക്കാൻ ഒരു ശ്രമിച്ചുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 8, 9, 10 അധ്യായങ്ങളിൽ കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഈ 3 പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ട് ശിഷ്യന്മാരാരും കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുന്നതിലൊന്നും മാത്രമല്ല, പത്രോസിനെ മാറ്റി നിർത്തി പറയും, നിനക്കത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും. കർത്താവ് പറയും, സാത്താനെ എന്നെ പറയിപ്പോവാൻ പറയും, നിന്റെ ചിന്തകൾ മാനുഷികമല്ല. ഈ അപ്പോസ്തലന്മാരും കർത്താവ് 2 ലെവലിലാണ് ജീവിച്ചിരുന്നത്. ഈ അപ്പോസ്തലന്മാരിൽ ലോകത്താണ് ജീവിച്ചത്, ദൈവികമായൊരവസ്ഥയിലാണ് കർത്താവ് ജീവിച്ചത്. കർത്താവിന്റെ പ്രവൃത്തികളൊക്കെ സ്വർഗീയമായിരുന്നു, ദൈവികമായിരുന്നു. ഇവരെ സ്വർഗത്തോട് ഉയർത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഇവരെ ആരെയും കർത്താവിന്റെ ചിന്തയിലേക്ക് ഉയർത്തുവാൻ കർത്താവിന് സാധിച്ചില്ല. ഇവരവരുടെ ലോകത്തിൽ ജീവിച്ചു. അതുകൊണ്ടാണ് പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞത്, അതുകൊണ്ടാണ് യൂദാസ് അവനെ ഒറ്റിക്കൊടുത്തത്, അതുകൊണ്ടാണ് അവൻ പിടിക്കപ്പെട്ടപ്പോഴും ഹന്നാസിനെയും കയഫാസിനെ അവരെ കൊണ്ട് ഇവരെല്ലാവരും ചിതറിപ്പോയത്. ഇവരെല്ലാവരും ഓടി ഒളിച്ചു.
ഒറ്റയൊരാൾ പോലും കർത്താവിന്റെ കൂടെ നിന്നില്ല. കാരണം കർത്താവിനെ മനസ്സിലാക്കിയില്ല. പ്രിയ സഹോദരങ്ങളെ, അത് തന്നെയല്ല ഇപ്പോഴും സംഭവിക്കുന്നത്. 2025 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനേകായിരം ആരാധനകൾ നടന്നിട്ടും യേശുവിനെ എത്ര ക്രിസ്ത്യാനി നന്നായിട്ട് അറിയുന്നു? അതുകൊണ്ട് കർത്താവ് പറയുന്നത്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. എത്ര പേർക്ക് കർത്താവിനെ അറിയാം? ഇന്ന് എന്നോട് വ്യക്തിപരമായി ചോദിക്കുക, ഹു ഈസ് ക്രൈസ്റ്റ് ഫോർ യു? കർത്താവ് നിനക്ക് ആരാണ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിപരമായ അനുഭവം ഇല്ലെങ്കിൽ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, എത്ര പേർക്ക് യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാനായിട്ട് സാധിക്കും? ഇറാനിലും ഇറാഖിലുമൊക്കെ അനേകം മനുഷ്യർ പീഡിപ്പിക്കപ്പെടുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ അവർ യേശുവിനെ ഏറ്റു പറയും. യേശുവിനെ ഉപേക്ഷിക്കുക, അല്ലെ യേശുവിനെ ഏറ്റു പറയുക. യേശുവിനെ ഉപേക്ഷിച്ചാൽ ജീവൻ കിട്ടും, യേശുവിനെ ഏറ്റു പറഞ്ഞാൽ ജീവൻ പോകും. ജീവനേക്കാൾ വലുത് യേശുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശുവിനെ ഏറ്റു പറയാൻ അവർക്കെല്ലാം സാധിച്ചു. മതപീഡനം നടത്തുന്ന നോർത്ത് ഇന്ത്യയിൽ, മണിപ്പൂരിൽ എത്ര ആയിരങ്ങളാണ് യേശുവിനെ ഏറ്റു പറഞ്ഞത്? തങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടപ്പോഴും, നമ്മുടെ പള്ളികൾ തകർക്കപ്പെട്ടപ്പോഴും, മാതാവിന്റെയും കർത്താവിന്റെയും രൂപങ്ങൾ തകർത്തെറിയപ്പെട്ടപ്പോഴും അവർക്ക് യേശുവെ എന്ന് വിളിക്കുവാനായിട്ട് സാധിച്ചു. കാരണം എന്താ? അവർ യേശുവിനെ അറിഞ്ഞു, അവർ യേശുവിനെ മനസ്സിലാക്കി, യേശുവിൽ അവർക്ക് ജീവിക്കുവാൻ സാധിച്ചു. സത്യത്തിലും ആത്മാവിലുള്ള ഒരു ആരാധനയാണത്. നാം ഓർക്കണം, നാം ആരാധനാ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം അതായിരിക്കണം, യേശുവിനെ അടുത്തറിയുവാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടണം. യേശു ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ, യേശു ആരെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പുതിയ മനുഷ്യനായി തീരും. യേശുവായിത്തിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ ഈ ലോകത്തിലെ ഒന്നും അവന് പ്രശ്നമല്ല, ഇതിലെ ഒന്നും അവനെ അലട്ടത്തില്ല. ഈ ലോകത്തിൽ ഒന്നിനും പൗലോസ് ആർക്കെന്നെ ദൈവസ്നേഹത്തിൽ അകറ്റാൻ കഴിയും? ഒന്നിനും ദൈവസ്നേഹത്തിൽ നമ്മളെ അകറ്റാൻ കഴിയത്തില്ല. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുകയും, നമുക്ക് ദൈവത്തിന്റെ ആലയത്തിൽ ഒന്ന് പോകണമെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരണം. ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, ഒരു ചെറിയ രോഗം പോലും ഉണ്ടാകരുത്, മറ്റൊരു പരിപാടിയും ഉണ്ടാകരുത്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളൊരു പഴിക്ക് വേണ്ടി ദേവാലയത്തിൽ പോകും. ദേവാലയത്തിൽ പോയാലോ വന്നോണം, നിന്നോണം, കണ്ടോണം, പൊക്കോണം. വന്ന് നിന്ന് കണ്ടുപോകും. പുസ്തകങ്ങൾ എടുക്കുവാനോ, പ്രാർത്ഥനകളും പാട്ടുകളും ഒന്ന് പാടാനോ, ദൈവത്തെ അറിഞ്ഞൊന്ന് സ്തുതിക്കുവാനോ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാനോ, ആരാധനയിൽ ശ്രദ്ധാപൂർവം അതിൽ പങ്കുപറ്റുവാനോ, അതിന്റെ ആരാധനയുടെ വിസ്തൃവാനയുടെ ഓരോ വാക്കുകളും അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ അറിഞ്ഞ് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുവാനോ മെനക്കെടുന്ന എത്ര പേരുണ്ട്? പാട്ടുകാരുണ്ട്, അവർ പാടാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. പക്ഷേ അവരാരും ദൈവത്തെ ആരാധിക്കുന്നില്ല. ദേവാലയത്തിൽ വരുന്ന ബഹുഭൂരിപക്ഷവും ദൈവത്തെ ആരാധിക്കുന്നില്ല. വെറുതെ വന്ന് കഥകളി കണ്ടു പോകുന്ന പോലെ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്കൊരു ദൈവത്തിന്റെ എക്സ്പീരിയൻസ് ദൈവത്തിന്റെ അനുഭവം ഉണ്ടാകാത്തത്. ദൈവം വെളിപ്പെടുത്തി തന്നത് മാത്രമേ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കത്തുള്ളൂ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈ അപ്പോസ്തലന്മാര് 3 വർഷങ്ങൾ കൂടെ താമസിച്ചിട്ടും അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടായപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്നത്. യേശുവിനെ അറിയുവാൻ, യേശുവിനെ മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചത്. അപ്പോൾ അവർക്ക് പറയാൻ സാധിച്ചു, ഈ ലോകത്തിലൊന്നിനും എന്നെ യേശുവിൽ നിന്ന് അകറ്റുവാൻ സാധിക്കത്തില്ല. കർത്താവിന് പരീശന്മാരോട് ചോദിക്കും, നിങ്ങൾ ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണോ, നിങ്ങളെ ഭയപ്പെടണമോ? ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനൊക്കെ തയ്യാറായത് ദൈവത്തെ അറിയുവാൻ അവർക്ക് സാധിച്ചതുകൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ അപ്പോസ്തലന്മാർ കൂടെ നടന്ന് കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തിട്ടും അവർ വേറൊരു ലോകത്താണ് ജീവിച്ചത്. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത് അതിനേക്കാൾ അതീതമായിട്ടാണ്. എന്താ സൂക്ഷിക്കേണ്ടത്? ഫരീസന്മാരുടെയും കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, സദൂക്കാരുടെയും ഫരീസരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്താണ് ഈ ഫരീസരുടെയും സദൂക്കാരുടെയും പുളിമാവെന്ന് പറയുന്നത്? അതെ, അവരുടെ ജീവിതത്തിന്റെ തെറ്റായ പഠിപ്പീരുകളാണ്. യാതൊരു ആത്മാർത്ഥയില്ലാത്ത മനുഷ്യരാണ് ഈ ഫരീസയരും സദൂക്കായരും എന്ന് പറയുന്നവര്. അവര് എല്ലാ പ്രകാരത്തിലും തിന്മ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് വേറൊന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവര് കാപട്യം നിറഞ്ഞവരാണ്, കളങ്കം നിറഞ്ഞവരാണ്. അവരുടെ ജീവിതത്തിൽ സത്യസന്ധതയില്ല, അവരുടെ ജീവിതത്തിൽ വിശ്വസ്തതയില്ല. കാപട്യമാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, കാപട്യം. അവര് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരെന്ന് നടിക്കും, എല്ലാവർക്കും പ്രിയപ്പെട്ടവരെന്ന് നടിക്കും, എല്ലാവരുടെയും മുൻപിൽ നേതാക്കന്മാരായി ചമയും, എല്ലാവരുടെയും മുൻപിൽ അവർ ഭരണാധികാരികളാണ്, ആരാധന പുരുഷന്മാരാണ്, പ്രഥമ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ അവരെല്ലാവരും വഞ്ചനയും ചതിയും നടത്തുന്നവരാണ്, കൊള്ള നടത്തുന്നവരാണ്. അതുകൊണ്ട് കർത്താവ് അവരെ സൂക്ഷിക്കണം. കർത്താവിന്റെ ജീവിതകാലത്ത് എന്നും കർത്താവിനെ എതിർത്തിരുന്നത് ഫരീസയരും
ചുങ്കക്കാരും ഫരീസേരും ഈ പറയുന്ന സദുക്കായരുമാണ്. അവർ സമൂഹത്തിലെ ഉന്നതന്മാരാണ്, നിയമം പഠിച്ചവരാണ്, സ്ഥാനമാനങ്ങളുള്ളവരാണ്, അംഗീകാരമുള്ളവരാണ്. അവരെന്നും കർത്താവിനെ എതിർത്തിരുന്നു. കാരണം കർത്താവ് അവർക്കൊരു ബദലായിരുന്നു. അവരുടെ കാപട്യം കർത്താവ് പൊളിച്ചെഴുതി. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വളരെ വിശദമായി കർത്താവ് അവരുടെ കാപട്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് സൂക്ഷിക്കാനാണ് കർത്താവ് പറയുന്നത്. കാരണം കർത്താവ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ഭയപ്പെടാനായിട്ടില്ല. പക്ഷെ കർത്താവ് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവരുടെ വഞ്ചന മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ഇവരുടെ കാപട്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അവർക്കൊരിക്കലും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ സാധിക്കത്തില്ല. അവർ ബന്ധിക്കപ്പെടും, അവർ ജയിലിലടയ്ക്കപ്പെടും, ഇത് ഉറപ്പാണ്. പക്ഷെ അത് മുൻകൂട്ടി മനസ്സിലാക്കുവാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിക്കണം. നമുക്കറിയാം, ലോകത്തിൽ പലതരം മനുഷ്യരുണ്ട്. ഒരിക്കൽ പറഞ്ഞു, ഒരിടത്ത് രണ്ടു തരം മനുഷ്യർ ലോകത്തിലുണ്ട്. ഒന്ന് മാങ്ങാ മനുഷ്യൻ, രണ്ട് തേങ്ങാ മനുഷ്യൻ. മാങ്ങാ മനുഷ്യൻ പുറമേ കാണാൻ നല്ല മനുഷ്യനാണ്, സുന്ദരനാണ്, രുചിയുള്ളവനാണ്. പക്ഷെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ പുഴുവുണ്ട്. ഇതാണ് ഈ ഫരീസയരെ കുറിച്ച് പറയുന്നത്. അവരുള്ളിന്റെ ഉള്ളിൽ പുഴുവുള്ളവരാണ്, കാപട്യമുള്ളവരാണ്, വഞ്ചനയുള്ളവരാണ്, അഹങ്കാരികളാണ്, സ്വാർത്ഥരാണ്, മറ്റുള്ളവരെ ചതിക്കുന്നവരാണ്, വഞ്ചിക്കുന്നവരാണ്, കൊള്ളയുന്നവരാണ്. അവരെ വിശ്വസിക്കരുത്. ലോകത്തിലുള്ള അങ്ങനെയുള്ള ഒരു മനുഷ്യരെയും വിശ്വസിക്കരുത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഫരിസയർ കർത്താവിനെ ഇത്ര എതിർത്ത് അവനെ കൊല്ലുക കൊല്ലുക എന്ന് ആക്രോശിച്ചത്? എന്തുകൊണ്ടാണ്? ഹന്നാന്റെയും കയ്യഫാസിന്റെയും നേതൃത്വത്തിൽ അനേകായിരങ്ങൾ ഫരിസയന്മാര് എന്തിനാ കർത്താവിനെ എതിർത്തത്? കാരണം അവരുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാപട്യങ്ങളെയും കർത്താവ് പൊളിച്ചെഴുതുവാൻ ആഗ്രഹിച്ചു. ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ദേവാലയം വിശുദ്ധീകരിക്കുവാൻ ആടുകളെയും മാടുകളെയും കാളകളെയും പണം മാറ്റക്കാരെയും പ്രാവുമാറ്റക്കാരെയും അടിച്ചോടിച്ചു. അവരുടെ കാപട്യം കർത്താവ് പൊളിച്ചെഴുതി. അവരെ കർത്താവ് വിമർശിച്ചു. കർത്താവ് അവരെ ശകാരിച്ചു. കർത്താവ് അവർക്കെതിരെ ഉജ്ജ്വലമായി പ്രസംഗിച്ചു. ഇതവരുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. അപ്പോൾ ഒരു മാർഗമേ ഉള്ളൂ. അതാണ് കയ്യഫാസ് പറഞ്ഞത്, മനുഷ്യർക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് നല്ലതാണ്. ഒരു പ്രവചനമായിരുന്നു. മനുഷ്യൻ മുഴുവൻ മരിക്കണം. കാരണം അവരുടെ സുഗമമായ ജീവിതത്തിന്, അവരുടെ സുഗമമായ തട്ടിപ്പിന് യേശു ഒരു തടസ്സമാണ്. ഇന്നും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് എവിടെയാണ് സ്ഥാനം? കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും വ്യഭിചാരവും മോഷണവും തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നവർക്കൊക്കെ സ്ഥാനമാനങ്ങളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, സൗഭാഗ്യങ്ങളുമുണ്ട്. ഓർക്കണം, സഭ അവരുടെ ആരുടെയും പുറകെ പോകരുത്. സഭയ്ക്ക് തനതായ ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിൽ ഉറച്ച് സത്യസന്ധമായ വിശുദ്ധമായ ഒരു ജീവിതക്രമത്തിന്റെ ഉടമകളായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും. എങ്കിൽ മാത്രമേ വിധിയുടെ ദിവസത്തിൽ തൻ്റെ അടുത്തുള്ള കർത്താവിന് വലതുവശത്ത് നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കത്തുള്ളൂ. ലോകത്തിന്റെ വഴിയിലൂടെ നടക്കാതെ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കണം. പാപത്തിന്റെ വഴിയിലൂടെ നടക്കാതെ വിശുദ്ധിയുടെ വഴിയിലൂടെ നടക്കണം. അതാണ് എനിക്ക് നിങ്ങൾക്കും ആവശ്യം. നന്മ കൊണ്ട് ജയിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു. ഒന്ന്, അടുത്ത് കർത്താവിനെ അറിയുക. കർത്താവിന്റെ അത്ഭുതങ്ങളിലൂടെ, കർത്താവിന്റെ വാക്കുകളിലൂടെ, കർത്താവിന്റെ ജീവിതത്തിലൂടെ, കർത്താവിന്റെ മരണത്തിലൂടെ, കർത്താവിന്റെ പീഡാനുഭവത്തിലൂടെ, കർത്താവിന്റെ ഉയർപ്പിലൂടെ ആ കർത്താവിനെ അടുത്തറിയുവാൻ, എനിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആ കർത്താവിനെ അടുത്തറിയുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. എ പേഴ്സണൽ എക്സ്പീരിയൻസ്. രണ്ടാമതായിട്ട്, ലോകത്തിന്റെ കാപട്യത്തിൽ നിന്ന് മാറി ദൈവത്തിന്റെ ശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശ്രമിക്കാം. നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം. ഈ ലോകത്തിന് വേണ്ടി, അതിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, വിലനിലകൾക്ക് വേണ്ടി, അതിനുവേണ്ടി പണം സമ്പാദിക്കുവാൻ വേണ്ടി, ധനം സമ്പാദിക്കുവാൻ വേണ്ടി, പേര് സമ്പാദിക്കുവാൻ വേണ്ടി, പെരുമ സമ്പാദിക്കുവാൻ വേണ്ടി, സ്ഥാനമാനങ്ങൾ നേടുവാൻ വേണ്ടി ഈ ലോകത്തിന്റെ വഴികൾ കൂടെയാണോ നടക്കുന്നത്? അതോ ദൈവത്തിന്റെ വഴിയിലാണോ ഞാൻ നടക്കുന്നത്? സഭ എപ്പോഴും ദൈവത്തിന്റെ വക്താവാകണം, ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്നവനാകണം. ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്നവനാകണം. കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.